ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 80. സ്യമന്തകോപാഖ്യാനം. സത്രാജിതസ്ത്വമധലുപ്തവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി. തത്കാരണം ബഹുവിധം മമ ഭാവി നൂനം തസ്യാത്മജാം ദ്വൈരതാം ചലതോ വിവോഢും. ഭഗവൻ അധത്വം ലുബ്ധവത് അർക്കലബ്ധം സത്രാജിതഃ ദിവ്യം സ്യമന്തകമണിം അയാചീഹി. ഹേ ഭഗവാനെ, പിന്നെ അങ്ങ് ഒരു ലുബ്ധനെന്ന പോലെ സത്രാജിത്തിന് സൂര്യഭഗവാൻ നൽകിയ ദിവ്യമായ സ്യമന്തകരത്നത്തെ യാചിച്ചു. തത്കാരണം ബഹുവിധം മമ ഭാതി. അതിനു പല കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ത്വയിരതാം തസ്യ ആത്മജാം ചലതഃ വിവോഢും നൂനം. അങ്ങയിൽ മനസ്സർപ്പിച്ചവളായ ത്വയിരതാം എന്ന് പറഞ്ഞാൽ അങ്ങയോട് അനുരാഗമുള്ളവളായ സത്രാജിത്തിന്റെ പുത്രി തസ്യ ആത്മജാം, അവളുടെ പേര് സത്യഭാമ. ആ സത്യഭാമയെ കൗശലത്തിൽ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് ഈ തന്ത്രം പ്രയോഗിച്ചത് എന്ന് തീർച്ച. നിശ്ചയമായിട്ടും അതായിരിക്കും അങ്ങയുടെ ഉദ്ദേശം, ഉള്ളിലെ വിചാരം എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപമൃഗയാം. അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാൽ കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദതിവാൻ. അദത്തം തം തുഭ്യം അല്പമനസാ അനേനം തുഭ്യം അദത്തം തം മണിവരം. അല്പബുദ്ധിയായ ആ സത്രാജിത്ത് അങ്ങയ്ക്ക് നൽകാത്ത ആ മണിയെ, അദത്തം എന്ന് പറഞ്ഞാൽ നൽകാത്തത്, ദത്തം നൽകിയത്, അദത്തം നൽകാത്തത്, തം മണിവരം ആ രത്നത്തിനെ, ആ മണിയെ, ഗളഭുവി വഹൻ തദ്ഭ്രാതാ പ്രസേനഃ. തൻ്റെ സഹോദരനായ പ്രസേനൻ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കൊടുക്കേണ്ടി വന്നു. സഹോദരനായ പ്രസേനൻ കഴുത്തിൽ അണിഞ്ഞിട്ട് എന്തിനാണ് പോയത്? മൃഗയാം പ്രാപ, നായാട്ടിന് പോയി. മണിയൊക്കെ ധരിച്ചാൽ വല്ല കല്യാണത്തിനോ ആൾക്കാർ കൂടുന്നിടത്തോ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് വനത്തിൽ പോകാൻ, നായാട്ടിന് പോകാനായിട്ട്. സത്യത്തില് എന്തിനാണ്? ഇതിന് നാശം അടുത്തിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നി എന്നേ നമുക്ക് വിചാരിക്കാൻ പറ്റും. സിംഹ മണിമഹസി മാംസഭ്രമവശാത്. ഒരു സിംഹം ഈ രത്നത്തിനെ കണ്ടു. രത്നം, പ്രസേനന്റെ കഴുത്തില് രത്നം ധരിച്ചിരിക്കുന്നത് കണ്ട് പ്രസേനനെ കൊന്നിട്ട്, അത് മാംസമാണ് എന്ന ധാരണയിൽ പ്രസേനനെ കൊന്നിട്ട് ആ രത്നം കൊണ്ടുപോയി. ഏനം അഹൻ അഭിച കപീന്ദ്രഃ തം ഹത്വാ. ആ സിംഹത്തിനെ കൊന്ന് കപീന്ദ്രനായ ജാംബവാൻ ആ മണി സ്വന്തമാക്കി. എന്നിട്ടോ മണിം ബാലായ ദതിവാൻ, മകൾക്ക് വേണ്ടി, തൻ്റെ ജാംബവാന്റെ മകൾക്ക് കളിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ പൂജിക്കേണ്ടതായ ആ രത്നത്തെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് കൈകാര്യം ചെയ്തത്. ഇനി അത് ബാക്കി എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം അടുത്ത ശ്ലോകത്തില്. ശംസു സത്രാജിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ. തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭിഗതോ ഭൂകപിഗുഹാം. സത്രാജിത് ഗിരം അനുജനാഃ ത്വാം മണിഹരം ശംസുഃ. സത്രാജിത്ത് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഈ മണി, പ്രസേനൻ മണിയും കൊണ്ട്, രത്നവും കൊണ്ട് പോയിട്ട് തിരിച്ചെത്തിയില്ല. അപ്പോൾ പ്രസേനനെ കാണാത്തത് കൊണ്ട് സത്രാജിത്ത് ആകെ വിഷമത്തിലായി. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ പ്രസേനൻ എന്തുകൊണ്ടായിരിക്കും തിരിച്ചെത്താത്തത് എന്ന് ആലോചിച്ചപ്പോൾ സത്രാജിത്തിന് തോന്നി, ശ്രീകൃഷ്ണൻ മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട്,
ഇപ്പൊ ചോദിക്കാൻ മടിയില്ലാത്തവര് കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ കപ്പാൻ മടിക്കുന്നു തരം വരുമ്പോൾ എന്ന് ചൊല്ലിലൂടെ സത്രാജിത്ത് വിചാരിച്ചു ഭഗവാനായിരിക്കും ആ മണി കൊണ്ടുപോയത് എന്ന് ഭാര്യയോടൊരു സംശയം പറഞ്ഞു. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഇങ്ങനെ നേരത്തെ ചോദിച്ചിരുന്നു എന്നോട്, അതുകൊണ്ട് ഒരു പക്ഷേ ഭഗവാനാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അത്രയും മതിയല്ലോ. സ്ത്രീകളോട് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവരത് തൻ്റെ കൂട്ടുകാരികളോട് ബന്ധുക്കളോടൊക്കെ പറയും. അതങ്ങനെ ലോകം മുഴുവനും അറിഞ്ഞു എന്ന് പറയാമല്ലോ. ഗുണിനാം ദോഷഗണികാ ജനാനാം പീയൂഷം ഭവതി. നന്മയുള്ളവരെ എല്ലാവരും ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരിൽ എന്തെങ്കിലും ദോഷം കണ്ടാൽ ജനങ്ങൾക്കത് വളരെ സന്തോഷമാണ്. ഗുണവാന്മാരിലെ ചെറിയ ദോഷം കൂടി ജനങ്ങൾക്ക് അമൃതം പോലെയാണല്ലോ. അവർക്ക് ഒരു ചെറിയ കുറവുണ്ട് എന്ന് പറയുന്നതിൽ വളരെ ആനന്ദമാണ് എല്ലാവർക്കും. തതഃ സർവജ്ഞഃ അപി, അങ്ങ് എല്ലാം അറിയുന്നവനാണെങ്കിലും സ്വജനസഹിത, സ്വന്തം ജനങ്ങളോടുകൂടി മാർഗണപരഹ, രത്നം അന്വേഷിച്ച് പുറപ്പെട്ടു. തം പ്രസേനം ഹരിം അപി ദൃഷ്ട്വാ, ആ പ്രസേനനെയും സിംഹത്തെയും കണ്ടിട്ട് കപിഗുഹാം ഗതഃ അഭൂഹു, ഒടുവിൽ വാനരന്റെ ഗുഹയിൽ എത്തിച്ചേർന്നു. വാനരനായ ജാമ്പവാന്റെ ഗുഹയിലാണ് അവര് എത്തിച്ചേർന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഹവന്തമവിതർക്കയന്നരിവയാ സ്വയം ജാമ്പവാൻ മുകുന്ദ ശരണം ഹിമാം കൈഹരോത്വമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. ഭക്തചൂടാമണി അതിവയാഹ ജാമ്പവാൻ ഭവന്തമവിതർക്കയൻ. ഭഗവാന്റെ ഭക്തനും വൃദ്ധനുമായ ജാമ്പവാൻ ഒട്ടും സംശയമില്ലാതെ അങ്ങയെ ആരാണെന്ന് തിരിച്ചറിയാതെ, അവിതർക്കയൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാതെ, മുകുന്ദ ശരണം ഹി മാം രോദ്ധും ഇഹ കഹ ഇതി സ്വയം ആലപൻ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആശ്രിതനായ എന്നെ എതിർക്കുവാൻ ഇവിടെ ആരാണുള്ളത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വിഭോ രഘുപതേ ഹരേ ജയ ജയ ഇതി, ഏ വിഭുവായ ശ്രീരാമചന്ദ്ര പ്രഭോ ഹരേ, അങ്ങ് വിജയിച്ചാലും, ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് അലം ചിരം മുഷ്ടിഭിഹി തവ സമർച്ചനം വ്യഥിത, വളരെ കാലം തൻ്റെ മുഷ്ടികളാൽ അങ്ങയ്ക്ക് നല്ലവണ്ണം അർച്ചനം ചെയ്തു. 27 ദിവസമാണ് യുദ്ധം ചെയ്തത്. ഭഗവാൻ തിരിച്ചങ്ങോട്ടൊന്നും ചെയ്യില്ല. കാരണം വിഭോ രഘുപതേ ഹരേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഇടിക്കുന്നത്. അപ്പൊ ഭഗവാൻ അതൊരു പുഷ്പാഞ്ജലി പോലെ സ്വീകരിച്ചു, ഇടിപുഷ്പാഞ്ജലി. ഇത് ജാമ്പവാന് രാമായണ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, അതിൻ്റെ ഫലമാണ് എന്നാണ് പറയപ്പെടുന്നത്. രാവണനുമായിട്ട് ശ്രീരാമചന്ദ്രൻ യുദ്ധം ചെയ്യുമ്പോൾ ജാമ്പവാൻ മനസ്സിൽ വിചാരിക്കും, ഓ രാവണൻ ഭാഗ്യവാനാ, ഇത്രയും മിടുക്കനായ ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അന്ന് ജാമ്പവാൻ ശ്രീരാമന്റെ പക്ഷക്കാരനാ. അപ്പോൾ ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് ചെറിയൊരു വേദന ജാമ്പവാൻ ഉള്ളിലുണ്ടായിരുന്നു. അത് ഞാൻ തീർത്തു തരാം അന്ന് ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് വിചാരിച്ചിരുന്നു. അതിനുള്ള അവസരമാണിപ്പോൾ ജാമ്പവാന് കൈവന്നത്. അതുകൊണ്ട് ഭഗവാൻ തിരിച്ചൊന്നും ചെയ്തില്ല. വിഭോ രഘുപതേ ഹരേ ജയ ജയ ഇതി, ഹേ വിഭുവായ ശ്രീരാമചന്ദ്ര പ്രഭോ ഹരേ, അങ്ങ് വിജയിച്ചാലും പ്രകാരം സ്തുതിച്ചുകൊണ്ടാണ് ജാമ്പവാൻ ഇടി നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ 27 ദിവസമാണ് ജാമ്പവാൻ ഭഗവാനെ ഇടിച്ചത്. ജാമ്പവാന്റെ കണ്ണുകളൊന്നും തുറക്കാൻ വയ്യ, ആരാണെന്ന് അതുകൊണ്ട് കണ്ടിട്ടില്ല. അന്നേ ആളിനെ അങ്ങനെ ഇടി കൊടുത്തുകൊണ്ടേയിരുന്നു. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഉദ്വാധതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃണ്ണൻ അനുഗൃണ്ണൻ അനുമാഗ സപതി ച സത്രാജിതേ മണിം പ്രാദാ. അഥ ബുദ്ധ്വാ തേന ദത്താം നവരമണീം വരമണിം ച പരിഗൃണ്ണൻ, അങ്ങനെ അങ്ങയെ തിരിച്ചറിഞ്ഞ ജാമ്പവാൻ നൽകിയ തൻ്റെ കന്യകയായ മകളെയും, അതായത് ജാമ്പവതിയെയും സ്യമന്തകം എന്ന ശ്രേഷ്ഠ മണിയെയും സ്വീകരിച്ചുകൊണ്ട് അമും അനുഗൃണ്ണൻ ആഗാഹ,
ജാമ്പവാനെ അങ്ങ് അനുഗ്രഹിച്ച് തിരികെ ദ്വാരകയിലേക്ക് വന്ന് സപതിജ സത്രാജിതേ മണിം പ്രാദാഹ, താമസിയാതെ സത്രാജിത്തിന് സ്യമന്തകമണി നൽകുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തദനു സഖലു വ്രീളാലോലോ വിലോചനാം ദുഹിതരമഹോ ധീമാൻ കാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനിധി പ്രമുദിതമനസ്തസ്യൈവാദാത്മനിം ഗഗനാശ്രയ. തദനു ധീമാൻ സ ഖലു വ്രീളാലോലഃ, പിന്നീട് ബുദ്ധിമാനായ സത്രാജിത്താകട്ടെ അവമാനത്താൽ ലജ്ജിതനായി. വിലോല വിലോചനാം ഗിരായേവ പരാർപ്പിതാം ദുഹിതരം ഭാമാം, ചലിക്കുന്ന മിഴികളോടുകൂടിയ, വിലോല വിലോചന എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന മിഴികളുള്ള തൻ്റെ സുന്ദരിയായ പുത്രിയെ മറ്റാർക്കോ പറഞ്ഞുറപ്പിച്ചവളാണെങ്കിലും അന്ന് ചോദിക്കുന്നവർക്കൊക്കെ തരാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് മേടിച്ചു വെക്കുന്ന സ്വഭാവം സത്രാജിത്തിനുണ്ടായിരുന്നു. പൈസയ്ക്ക് ഭയങ്കര ആർത്തിയ. അപ്പോൾ മകള് സുന്ദരി ആയതുകൊണ്ട് പല ചെറുപ്പക്കാരും വന്ന് ചോദിക്കും, മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരാമോ? അപ്പോൾ പണം കൊടുക്കുവാണെങ്കിൽ സത്രാജിത്ത് ആ പണം മേടിച്ചിട്ട് പറയും, സത്യഭാമ നിനക്കുള്ളതാ എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞ് വെക്കും. അങ്ങനെ പലരോടും പണം മേടിച്ചു വെച്ചിട്ടുണ്ട് ഈ സത്രാജിത്ത്. പരാർപ്പിതാം, വേറെ ആൾക്കാർക്ക് കൊടുക്കാം, കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നവളാണെങ്കിലും ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. ദുഹിതരം ഭാമാം, ദുഹിതരം എന്ന് പറഞ്ഞാൽ മകൾ സത്യഭാമ. മണിനാസാർത്ഥം ദുഭ്യം അതിഥ അഹോ, സ്യമന്തകമണിയെയും അങ്ങയ്ക്ക് സമർപ്പിച്ചു. മകളെയും സ്യമന്തകമണിയെയും സത്രാജിത്ത് ഭഗവാന് സമർപ്പിച്ചു. ഇത് വിചിത്രമായിരിക്കുന്നു. ഗഹനാശയ ഭവാനബി, വളരെ ഗോപ്യമായ ആശയങ്ങളുള്ള അങ്ങയാകട്ടെ ലഭ്യം സമേത്യ പ്രമുദിതമനാഹ, ലഭിക്കാൻ യോഗ്യമായത് കിട്ടിയതുകൊണ്ട് സന്തുഷ്ടനായിട്ട് തസ്യയേവ മണിം അദാത്, സത്രാജിത്തിന് സ്യമന്തകമണി തിരികെ നൽകി. സത്യഭാമ ആകുന്ന രത്നം മതി, സ്യമന്തക രത്നം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്രാജിത്തിന് തിരിച്ചു നൽകുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വീണാകുലം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ പുരൂൻ പ്രയാതേ ഈ ഗാന്ധിനേയ കൃതവർമ്മ ഗിരാനിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. ത്വയി വ്രീളാകുലാം സത്യഭാമാം രമയതി, അങ്ങ് ലജ്ജ പൂണ്ടിരുന്ന സത്യഭാമയെ രമിപ്പിച്ചു കഴിഞ്ഞുകൂടവേ അഥാ കൗന്ദേയ ദാഹ കഥയാ കുരൂൻ പ്രയാതേ, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കുന്തിപുത്രന്മാരായ പാണ്ഡവർ അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന വാർത്ത കേട്ടിട്ട് ഹസ്തിനപുരിയിലേക്ക് പോയി. ഹി ശതധനുഹു ഗാന്ധിനേയ കൃതവർമ്മഗിര, അപ്പോൾ ശതധന്വാവ് അക്രൂരരുടെയും കൃതവർമാവിൻ്റെയും വാക്കുകൾ കേട്ട് സത്രാജിതം നിപാത്യ മണിം ആജഹാര, സത്രാജിത്തിനെ വധിച്ച് സ്യമന്തകമണി കൈക്കലാക്കി. അടുത്ത ശ്ലോകം നോക്കാം. ശോകാദ്ഗുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം യത്നേ ശശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗതാം സമശിശിക്ഷതധാർത്തരാഷ്ട്രം. ശോകാത് കുരൂനുപഗതാം കാന്താം അവലോക്യ, പിതാവിന്റെ വധം മൂലം ദുഃഖം മൂലം ഹസ്തിനപുരയിൽ എത്തിയ സത്യഭാമയെ കണ്ടിട്ട് ദ്രുതം ശതധനും ഹത്വാ, ഉടനെ തന്നെ ശതധന്വാവിനെ വധിച്ച് അങ്ങ് താം സമഹർഷയ, സത്യഭാമയെ സന്തോഷിപ്പിച്ചു. രാമഃ രത്നേ സശങ്കഃ ഇവ, രത്നം കിട്ടാത്തതിൽ ശങ്കയുണ്ടായ ബലരാമൻ ശതധന്വാവിനെ വധിച്ചിട്ടും രത്നം കിട്ടിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ബലരാമന് ഭഗവാനിൽ ശ്രീകൃഷ്ണനിൽ സംശയം തോന്നി. രത്നം കിട്ടിയില്ല എന്ന് വെറുതെ പറഞ്ഞതാണോ എന്നൊരു സംശയം, അനുജനെ ചെറിയൊരു സംശയം തോന്നി. മൈഥിലഗേഹമേത്യ, അങ്ങനെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് ആ അസ്വസ്ഥത തീർക്കുന്നതിന് വേണ്ടി
ബലരാമൻ മിഥിലാദേശത്തിലേക്ക് പോയി. അവിടെ ജനകനെ കണ്ട് കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയാണ്, മനസ്സിന്റെ അസ്വസ്ഥതയൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ബലരാമൻ മിഥിലേക്ക് പോയത്. ധാർത്തരാഷ്ട്രം ഗതാം സമാശിഷിക്ഷത. ഇത് ചേട്ടനും അനിയനും തമ്മിൽ തെറ്റി, അതായത് ബലരാമനും ശ്രീകൃഷ്ണനും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ട് എന്നുള്ള വിവരമറിഞ്ഞ ധൃതരാഷ്ട്ര ദുര്യോധനനെ ബലരാമന്റെ അടുത്ത് ഗദായുദ്ധം പഠിക്കാനായിട്ട് പറഞ്ഞയച്ചു. ഭീമനോട് എതിരിടണമെങ്കിൽ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് എപ്പോഴും അനുകൂലനാണ്. അപ്പോൾ തങ്ങൾക്കൊരു അനുകൂലം ആയിട്ടുള്ള ബലം കിട്ടുന്നതിന് വേണ്ടി ബലരാമന്റെ ശിഷ്യത്വം സ്വീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തോടെ ദുര്യോധനനെ ബലരാമന്റെ അടുത്തേക്ക് ഗദായുദ്ധം പഠിക്കാനായിട്ട് ധൃതരാഷ്ട്ര പറഞ്ഞയക്കുകയാണ്. അടുത്ത ശ്ലോകം നോക്കാം. ക്രൂരയേഷ ഭഗവൻ ഭവദിച്ഛയൈവ സത്രാജിത കുചരിതസ്യ യുയോജ ഹിംസാം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. ഭഗവൻ ഏഷഃ അക്രൂരഃ, ഭഗവാനെ ഈ അക്രൂരൻ ഭവദിച്ഛയാ ഏവ കുചരിതസ്യ സത്രാജിതഃ ഹിംസാം യുയോജ, അങ്ങയുടെ ഇച്ഛയാൽ ദുഷ്കൃതങ്ങൾ ചെയ്ത സത്രാജിത്തിന്റെ ഹിംസയിൽ യോജിച്ചതുകൊണ്ട് ത്വം പുനഃ അക്രൂരതഃ മണിം അനാഹൃതവാൻ, അങ്ങ് പിന്നീട് അക്രൂരരുടെ കയ്യിൽ നിന്നും സ്യമന്തകം തിരിച്ചെടുക്കുകയുണ്ടായില്ല. തസ്യ ഏവ ഭൂതിം ഉപധാതും ഇതി ബ്രുവന്തി, ഭക്തനായ അക്രൂരരുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ എന്ന് കരുതിയും കൂടിയാവാം എന്ന് പറയപ്പെടുന്നു. അതായത് ഈ സത്യഭാമയ്ക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ശതധന്വാവ് സത്രാജിത്തിന് രൂപയൊക്കെ കൊടുത്ത് പറഞ്ഞു വച്ചിരുന്നതാണ്. അപ്പോൾ അക്രൂരൻ കൂട്ടുകാരോടൊപ്പം ഈ ശതധന്വാവിനെ പിരികേറ്റി. അതായത് നിനക്ക് തരാമെന്ന് പറഞ്ഞ സത്യഭാമയെ ഇപ്പോൾ ശ്രീകൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുത്തില്ലേ, പോയി ചോദിക്കടോ, നാണം ഉണ്ടെങ്കിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ തരാതെ ഇരുന്നില്ലേ, അത് പോയി ചോദിക്കണം എന്ന് പറഞ്ഞ് പിരികേറ്റി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ചെന്നാണ് ഈ ശതധന്വാവ് സത്രാജിത്തിനെ കൊല്ലുന്നത്. അപ്പൊ ആ ഒരു തെറ്റ് അക്രൂരർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഭക്തോത്തമനാണെങ്കിലും ഭക്തിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും സംഭവിക്കില്ല എന്നൊന്നും ആരും ഉറച്ച് വിശ്വസിച്ചിരിക്കണ്ട. ഏത് നിമിഷവും എങ്ങനെ വേണമെങ്കിലും മനമാറ്റമൊക്കെ ഉണ്ടാകാം. ഭക്തിയുണ്ട് എന്ന് അഹങ്കാരം തോന്നിയാൽ ചുതി ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഴ്ചകളും ഭക്തന്മാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ അക്രൂരൻ ശതധന്വാവ് സത്രാജിത്തിനെ കൊന്നതിന് ശേഷം അക്രൂരന്റെ അടുത്ത് വന്ന് പറയുന്നു, ഞാൻ ചോദിക്കാൻ പോയി, പക്ഷേ വാക്ക് തർക്കത്തിനിടയിൽ സത്രാജിത്തിനെ കൊല്ലേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ കൊല്ലാനൊന്നും പറഞ്ഞില്ല, ഞാൻ വെറുതെ ഒന്ന് പോയി ചോദിക്കാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, ഇനി വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ പിടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ശതധന്വാവ് ആ മണി സത്രാജിത്തിന്റെ അക്രൂരന്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ പിന്നെ മണി കയ്യിൽ വെക്കുന്നത് അക്രൂരനായി തീർന്നു. അക്രൂരൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത വിഷമത്തിലായി. അങ്ങനെ ആ രത്നവും കൊണ്ട് അക്രൂരൻ കാശിയിൽ പോയി അവിടെ ഓരോ ദിവസവും 8 ഭാരം സ്വർണം കിട്ടും ഈ സ്യമന്തകമണി എവിടെ ഇരിക്കുന്നോ അവർക്ക്. അപ്പോൾ ആ കിട്ടുന്ന സ്വർണം എല്ലാം ഉപയോഗിച്ച് അവിടെ സ്നാനഘട്ടങ്ങൾ ഉണ്ടാക്കുകയും അവിടെ തീർത്ഥാടനത്തിന് വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് വേണ്ട തരത്തിൽ ആ പണം ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ആയിട്ട് ഒരു കാര്യത്തിനും അക്രൂരൻ ആ പണം ഉപയോഗിച്ചില്ല. അത് അറിഞ്ഞ ഭഗവാൻ ഇത് ശരിയായ രീതിയിൽ, ഈ മണിയെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയത് അക്രൂരനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അക്രൂരന് തന്നെ ആ മണി നൽകുന്നത്. അതിനു മുമ്പ് കിട്ടിയവർക്കൊക്കെ അതുകൊണ്ട് നാശമാണ് ഉണ്ടായതെങ്കിലും
അക്രൂരരത് വേണ്ട തരത്തിൽ ഉപയോഗിച്ചത് അതുകൊണ്ട് പ്രയോജനം, സജ്ജനങ്ങൾക്കൊക്കെ പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഭക്തസ്ത്വയി സ്ഥിരതരഃ സഖി ഗാന്ധിനേയ തസ്യൈവ കാപഥമതി കഥമീശ ജാത വിജ്ഞാനവാൻ പ്രശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. ഈശ സഹ ഗാന്ധിനേയഃ ത്വയി സ്ഥിരതരഃ ഭക്തഃ ഹി. ഹേ ഭഗവാനെ, അങ്ങയിൽ ഉറച്ച ഭക്തിയുള്ളവനായ അക്രൂരൻ, ഗാന്ധിനേയൻ എന്ന് പറഞ്ഞ ഗാന്ധിനി സുതൻ, ഗാന്ധിനിയുടെ മകൻ ആയ അക്രൂരരുടെ തസ്യയേവ കാപഥമതിഹി കഥം ജാത, ബുദ്ധി നീചമാർഗത്തിൽ എങ്ങനെ തിരിഞ്ഞു? അക്രൂരർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി എങ്ങനെയാണ് ഉണ്ടായത്? അതായത് ഈ ശതധന്വാവിനെ പറഞ്ഞു പിരികേറ്റാനുള്ള ബുദ്ധി അക്രൂരർക്ക് എങ്ങനെ ഉണ്ടായി? നല്ല ഭക്തനായ അക്രൂരന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാവുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അഹം വിജ്ഞാനവാൻ പ്രശമവാൻ ഇതി ഉദീർണം ഗർവം ശമയിതും ഭവതാകൃതായേവ ധ്രുവം. ഞാൻ ജ്ഞാനിയും ശമഗുണമുള്ളവനുമാണെന്നും ഉണ്ടായ ഗർവത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി അങ്ങ് ചെയ്യിച്ചത് തന്നെ ആയിരിക്കാം എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തം ആഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ ദുഷ്യൻ ഭാമാകുജാന്തശയന പവനേശപായ. ഭയേന കൃതവർമ്മയുതം യാതം തം പുനഃ ആഹൂയ. ഭയം കൊണ്ട് കൃതവർമാവിനോടുകൂടി ഓടിപ്പോയ അക്രൂരരെ പിന്നീട് വിളിച്ചു വരുത്തി. തദ്വിനിഹിതം മണിം പ്രകാശ്യച. ശതധന്വാവ് സൂക്ഷിക്കുവാനായി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന സ്യമന്തകമണിയെ അക്രൂരർ എല്ലാവർക്കും കാട്ടിക്കൊടുത്തു. സുവ്രതധരേ തത്രയേവ വിനിധായ തുഷ്യൻ. നല്ല വ്രതനിഷ്ഠയോടെ ജീവിക്കുന്ന അക്രൂരരെ തന്നെ ആ മണി തിരികെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് അങ്ങ്. ഭാമാകുചാന്തശയനഃ പവനേശപായാഹ. സന്തോഷത്തോടെ സത്യഭാമയോടൊപ്പം ശയിക്കുന്ന ഹേ ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണമേ. ഇങ്ങനെയാണ് ഈ ദശകം സമാപിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.